ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നോമ്പ് 27 കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതേപോലെ എന്ന് പറയുന്നില്ല, അതിന് കുറച്ച് നേരത്തെയാണ് എത്തിയത്. ഇന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പിന് എൻ്റെ വീട്ടിൽ ഉപ്പയൊന്നും ഉണ്ടാവരില്ലായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഗസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതാണ് പല വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതാ ഇന്ന് സമൂസ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി തൊലി കളിയാക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതന്നെ സിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ സമൂസക്കുള്ള മസാലയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ചിക്കൻ അല്ല കേട്ടോ ഞാൻ ഇന്ന് ഇട്ടതെന്ന്, ഞാൻ ബീഫാണ് ഇട്ടത്. ബീഫ് കയ്യിലുള്ളതുകൊണ്ട് അതൊന്ന് വേവിച്ച് ക്രഷാക്കി ഇട്ടെന്നുള്ളൂ. അപ്പോൾ ഇതാ മസാലയൊക്കെ സെറ്റായി. ഇതാ അങ്ങനെ അടച്ച് വെച്ചിട്ട് അവിടെ എന്താക്കുക, വേഗം അങ്ങ് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ് അപ്പം തന്നെ ചെയ്യുമ്പോൾ കുറച്ച് നീറ്റ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ ആയിപ്പോവും. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കാൻ തയ്യാറായി നിൽക്കാമെന്ന് അറിയാം. എന്തായാലും എല്ലാവരും പെരുന്നാളും അൽഹംദുലില്ലാ റാഹത്തായിട്ട് വരട്ടെ. അപ്പോൾ അതാ സമൂസക്കുള്ള മാവ് തയ്യാറാക്കണേ. അപ്പോൾ ഇതാ മാവൊക്കെ കുഴച്ച് സെറ്റായിട്ടുണ്ട്. വേഗം പെട്ടെന്ന് തന്നെ വേഗം സമൂസ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബ്രെഡ് കേക്ക് ഉണ്ടല്ലോ, അതും ഉണ്ടാക്കാൻ വെച്ചാൽ ഇതിന് 6 മുട്ടയും കുറച്ച് പാലും ഷുഗർ പിന്നെ അതുപോലെ തന്നെ ഏലക്കപ്പൊടി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ 5 ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്ര മുട്ടാണോ അതിൽ ഒരു പീസ് ബ്രെഡ് കുറക്കട്ടോ, ആ ഒരു ലെവലിൽ എടുത്താൽ മതി. അതുപോലെ അതേ കണക്കിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നും കൂടി മുട്ടൻ്റെ ഒരു ഇത് കിട്ടും. കുറച്ച് പാൽ ഒഴിക്കട്ടെ, നല്ല സോഫ്റ്റിന് വേണ്ടിയിട്ടാണ്. സോഫ്റ്റ് ഉണ്ടാവും പക്ഷേ അതിന് ടേസ്റ്റാണ് പാൽ ഒഴിച്ചാൽ. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഏലക്കപ്പൊടി ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സിയ പറയുന്നുണ്ട് അവിടെ, ഞാൻ എടുക്കമ്മ, ഞാൻ ഇളക്കാം, അമ്മ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്നാൽ പിന്നെ മുട്ട ഫുള്ളും താഴെ എത്തുമെന്ന് പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് അതിലൊക്കെ ഇട്ടിട്ട് നല്ലോണം സ്പീഡിൽ ഇളക്കാണ്ട് പതിയെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്ന പോലെ എടുത്താൽ മതി. കട്ടയില്ലാണ്ട് നല്ല ഇതാക്കി എടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന പോലെ തന്നെ ഒരു പാത്രം വെക്കുക, അതിൽ ബട്ടറോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തടവുക, എന്നിട്ട് ഇത് ഒഴിക്കാം. അപ്പം ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റും അല്ലാത്ത ഈ ഒരു ഇതിലാക്കട്ടോ. അപ്പോൾ പാത്രമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രേ ഉള്ളൂ വീഡിയോ എടുത്ത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.